പിന്നെ 4 മാസം കൂടിയാണ് 28 ആളുകളുടെ പിന്തുണ എന്ന് നിതിൻ ചേട്ടൻ പറഞ്ഞില്ലേ? ശരിയാ നിതിൻ ചേട്ടാ, അത് കഴിഞ്ഞാൽ ഒരു 40 പേരുടെ പിന്തുണ ഉണ്ടാവും. അപ്പോ നിങ്ങൾക്ക് മനസ്സിലാകും ആരായിരുന്നു ശരി, അതാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസം. നിതിൻ ഗഡ്കരി മറുപടി നൽകാം. സ്വാതന്ത്ര്യ സമര പോരാളിയാണ് ഹെഡ്ഗേവാർ എന്നുള്ള കാര്യം ബി ജെ പി ആവർത്തിക്കുകയാണ്. നോക്കൂ, ഞാൻ നിതിൻ ഗഡ്കരിയോട് ചോദിക്കട്ടെ, താങ്കൾ ആവശ്യത്തിൽ പറഞ്ഞല്ലോ ജിന്നയുടെ കാര്യം താങ്കൾ പറയണ്ട. കോൺഗ്രസിനോടും പറയാം, ഹെഡ്ഗേവാർ എന്ന് പറയപ്പെടുന്ന ഭാരതത്തിന്റെ സ്വതന്ത്രസേനാനിയെ ഞാൻ പേര് ഞങ്ങൾ കൃത്യമായിട്ടിടും, നിങ്ങൾക്കൊന്നും തടയാൻ പറ്റില്ല. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ജിന്നയെ മതേതരവാദി എന്ന് വിശേഷിപ്പിച്ചത് നിങ്ങളുടെ നേതാവ് LK അഡ്വാനിയാണ്. അതെന്താണ് കേൾക്കാതെ പോകുന്നത്? നിതിൻ ഗഡ്കരി, ഒരു മിനിറ്റ്, ഇനി നിതിൻ ഗഡ്കരിയുടെ സമയം. നിതിൻ ഗഡ്കരി, ഇപ്പോൾ ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര പോരാളിയാണ് എന്നുള്ള കാര്യം ആവർത്തിക്കുകയാണ്. അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കുന്നു. അദ്ദേഹത്തിന്റെ സംഭാവന എന്താണെന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിലും സ്വാതന്ത്ര്യ സമര പോരാളി എന്ന് പറയുന്നു. നോക്കൂ, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് കേട്ട മറുപടി നമ്മളുടെ മുന്നിലുണ്ട്. സവർക്കറിനെ സ്വാതന്ത്ര്യ സമര പോരാളിയാക്കി കോടതി തന്നെ പറയുകയാണ്. ഒന്ന് പറയട്ടെ, ബാക്കിയുള്ളവർക്ക് പറയാൻ അവസരം കൊടുക്കൂ, ബാക്കിയുള്ളവർക്ക് കൂടെ അവസരം കൊടുക്കൂ. ബാക്കിയുള്ളവർക്കും അവസരം കൊടുക്കില്ല. അല്ല, ഞാൻ നിതിനോടാണ് സംസാരിക്കുന്നത്. നിതിനോടുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. നിതിൻ, ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും സവർക്കറുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്നും വന്ന വിധിയും പരാമർശം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഹെഡ്ഗേവാറിനെയും സ്വാതന്ത്ര്യ സമര പോരാളിയാക്കാൻ വലിയ താമസമൊന്നുമില്ല. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞ തെറ്റാണെന്നാണോ? സുപ്രീം കോടതി തെറ്റൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. ഇടപെടുന്ന ഒരാളല്ല. അല്ല, സുപ്രീം കോടതി പറഞ്ഞ കാര്യം തെറ്റാണ്. ഒരു പരാമർശത്തെ ഞാൻ ആ സമയത്ത് പറഞ്ഞത് സുപ്രീം കോടതിയുടെ എന്താണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പറഞ്ഞത്? സ്മൃതി, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒന്നുകൂടി പറ, എടുത്തു പറ. എന്താ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരു മിനിറ്റ്, ഞാൻ നിതിൻ ഗഡ്കരിയിലേക്ക് പോകുന്നു, സമയക്കുറവുണ്ട്. നിതിൻ പറയൂ. നോക്കൂ, അതാണ് ഉല്ലാസ് ബാബു നേരത്തെ ഇവിടെ TG മോഹൻദാസിന്റെ ഒക്കെ സർവകലാശാലയിൽ നിന്ന് വന്ന ഏതോ വാട്സപ്പ് മെസ്സേജ് വെച്ച് EMSനെ കുറിച്ചൊക്കെ പറഞ്ഞു. EMS എഴുതി എന്ന് പറയുന്ന ലേഖനം, അതിൽ ഹെഡ്ഗേവാറിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഉല്ലാസ് ബാബു യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു ശരിയായ രൂപത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വസ്തുതാപരമായി പറയണം. ഈ ഉല്ലാസ് ബാബുവിന്റെ നേതാക്കളുടെയും ഒക്കെ പ്രശ്നം, നേരത്തെ ഉല്ലാസ് ബാബുവിനെ പോലെ ഇതേപോലെ വായിട്ടലയ്ക്കുന്ന മറ്റൊരു വലിയ നേതാവ് BJPക്ക് ഉണ്ടായിരുന്നു ചാനൽ ചർച്ചയിൽ. അദ്ദേഹം പണ്ട് പറഞ്ഞൊരു കാര്യം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുമ്പോൾ EMS അതിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ നോക്കിയിട്ടുള്ള ആളുകളാണ് ഈ RSSൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, EMSനെ ഒന്നും കുറിച്ച് ആധികാരികമല്ലാത്തൊരു വിവരം ഉല്ലാസ് ബാബുവിനെ പോലെ ഒരാൾക്ക് പറയാൻ യോഗ്യതയില്ല. നിങ്ങൾ ചരിത്രത്തെ വളച്ചൊടിക്കാൻ നോക്കിക്കോ. നിങ്ങൾക്ക് കിട്ടുന്ന ചരിത്ര രേഖയിൽ നിന്ന് RSSന്റെ ശാഖയിൽ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ BJPയുടെ ടോയ്ലറ്റ് പേപ്പറിന്റെ വില പോലും ഇല്ലാത്ത ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നിങ്ങൾ കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ പറഞ്ഞോ. നിങ്ങൾ ചാനൽ ചർച്ചയിലോ RSSന്റെ യോഗത്തിലോ BJPയുടെ പൊതുയോഗത്തിലോ ഒക്കെ നിങ്ങൾ പറഞ്ഞോ. ആധികാരികമായി ഇന്ത്യൻ ചരിത്രത്തിൽ വിലപ്പോകുന്നതല്ല ഇതൊന്നും. ആധികാരികമായി ഇന്ത്യൻ രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രത്തിൽ RSSനും ഹെഡ്ഗേവാറിനും ഒരു നിലയിലുമുള്ള പങ്കില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. അത് നിങ്ങൾ ഇങ്ങനെ ഒച്ച വെച്ചതുകൊണ്ട് ഇനി ഹെഡ്ഗേവാറിന് സ്വാതന്ത്ര്യ സമര സേനാനിയാവാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ വെല്ലുവിളിക്കുന്നത് ആരെയാണ്? ഹെഡ്ഗേവാറിന്റെ പേര് ഞങ്ങൾ 28 കൗൺസിലർമാരുടെ ഞങ്ങൾക്ക് പിന്തുണയുള്ളത് കൊണ്ട് ഞങ്ങളെ ഇടും എന്ന് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു നാടല്ല ഇന്ത്യ. അത് ഉല്ലാസ് ബാബു മനസ്സിലാക്കുക. നിങ്ങൾക്കിപ്പോൾ പാർലമെന്റിൽ ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ ധരിക്കണ്ട. ഇന്ത്യയിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോ കാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാശ്മീരിലെ അവിടെ കൊല ചെയ്യപ്പെടേണ്ടി വന്ന 26ലധികം വരുന്ന ടൂറിസ്റ്റുകളുടെ ചോരയ്ക്ക് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വം പറയാൻ ഉല്ലാസ് ബാബുവിന്റെ പാർട്ടിക്ക്, അവർ ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് ബാധ്യതയുണ്ട്. ഈ രാജ്യത്തിനകത്ത് അതിർത്തി കാക്കാൻ ചുമതലപ്പെട്ട അതിനുവേണ്ടി കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി വിനിയോഗിക്കുന്നത് ഈ അയാളൊന്നും മിണ്ടാതിരിക്കാൻ പറയൂ. അയാളോട് ഈ അതിർത്തി കടന്നെത്തുന്ന ഭീകരവാദത്തിന്
പിന്തുണ കൊടുക്കുന്നത് ഉല്ലാസ് ബാബുവിന്റെ പാർട്ടിയാണ് എന്നുള്ളത് ഇന്ത്യയിൽ ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. വീർ സവർക്കറിനെയൊക്കെ നിങ്ങൾ വേണമെങ്കിൽ സ്വതന്ത്ര സമര സേനാനിയായി പ്രഖ്യാപിച്ചോ. സുപ്രീം കോടതി പറഞ്ഞാൽ, സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ട് സുപ്രീം കോടതി പറയുന്നതെല്ലാം ഇന്ത്യയിൽ പിന്നെന്താ പറയാ ചോദ്യം ചെയ്യാൻ പറ്റാതെ, അങ്ങനെ രാജഭരണമല്ലല്ലോ. രാജഭരണം കല്ലേ പിളർക്കും, രാജശാസനയ്ക്കെതിരായിട്ടൊന്നും മിണ്ടാൻ പാടില്ല എന്ന് പറയുന്ന നാടല്ല ഇന്ത്യ. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. സുപ്രീം കോടതിയെയും വിമർശിക്കാം, അതിൻ്റെ വിധിയിലുള്ള അപാകതകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഇന്ത്യയിലുള്ള എല്ലാവരും വിമർശിക്കാൻ അല്ലെങ്കിൽ വിമർശനത്തിന് അതീതരായിട്ടുള്ള ഒരാളും ഈ രാജ്യത്തിനകത്തില്ല. വീർ സവർക്കറുടെ പടം ഒരുപക്ഷെ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന്റെ നേരെ ഇപ്പുറത്ത് കൊണ്ടുവയ്ക്കാൻ, ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവയ്ക്കാൻ ഒരുപക്ഷെ RSSനോ BJPക്കോ ഭരണ നേതൃത്വത്തിനോ പറ്റും. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഗാന്ധിവധത്തിലെ പ്രതിയാക്കപ്പെട്ട് വിചാരണ നേരിടേണ്ടി വന്നയാളാണ് വീർ സവർക്കർ എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രമാണ്. ആ ചരിത്രത്തെ തുപ്പല് കൂട്ടി മായ്ക്കാൻ ഉല്ലാസ് ബാബുവിന്റെ തുപ്പല് മതിയാവില്ല, ഉല്ലാസ് ബാബുവിന്റെ ശബ്ദം മതിയാവില്ല. അത് ഇന്ത്യയിലെ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. അത് ഉല്ലാസ് ബാബു മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ അധികാരത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട്, ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്നത് ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടാണ്. ഇറ്റലിയിൽ മുസോളിനി അധികാരത്തിൽ വന്നത് ജനാധിപത്യപരമായി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടാണ്. പക്ഷേ ആ ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും അന്ത്യം എന്തായിരുന്നു എന്ന് ഏതെങ്കിലും ഒരു ചരിത്ര പുസ്തകത്തിൽ നിന്ന് ഉല്ലാസ് ബാബു ഒന്ന് വായിക്കണം. ഫ്യൂറർ എന്ന് വിളിച്ചിരുന്ന ജർമ്മനിയിലെ 73% ജനതയുടെ പിന്തുണയുണ്ടായിരുന്നു എന്ന് അവകാശപ്പെട്ടിരുന്ന ഈ ലോകത്തിന്റെ ചരിത്രത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടി യുദ്ധം നടത്തിയ ഹിറ്റ്ലർ അവസാനം ഒരു ഭൂഗർഭ അറയിൽ സ്വയം തലയ്ക്ക് നിറയൊഴിച്ച് മരിക്കേണ്ടി വന്നു, ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്ന ചരിത്രം ലോകത്തിന്റെ ചരിത്രമാണ്. ഉല്ലാസ് ബാബു അത് മറന്നു പോകരുത്. അതുകൊണ്ട് 56 ഇഞ്ച് നെഞ്ചളവിന്റെ പിൻബലത്തിൽ ഇന്ത്യയിൽ അധികാരത്തിലെത്തി എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ കാശ്മീരിലെ ഭീകരവാദികൾക്ക് മുമ്പിൽ ഇന്ത്യൻ ജനതയെ ഇട്ടുകൊടുക്കുന്ന ഒരു ഭരണവർഗത്തിന്റെ തനിസ്വരൂപം ഇന്ത്യൻ ജനത തിരിച്ചറിയും. ഭാരത സർക്കാർ ഈ കാശ്മീരിനകത്തെ തീവ്രവാദികൾക്ക് എന്തുകൊണ്ട് സ്മൃതി ഇടപെടുന്നില്ല? നിതിന്റെ പാർട്ടിയുടെ നിലപാടാണ് പറയുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.